ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്നും ഡിഫ്രാക്ഷൻ്റെ പ്രോബ്ലംസിൻ്റെ ബാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ 12th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 600 നാനോമീറ്റർ ഗെറ്റ്സ് ഡിഫ്രാക്റ്റഡ് ബൈ എ സിംഗിൾ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് 0.2 millimeter. ദി ആംഗുലർ ഡൈവേർജൻസ് ഓഫ് ദി ഫസ്റ്റ് മാക്സിമ ഓഫ് ഡിഫ്രാക്റ്റഡ് ലൈറ്റ് ഇസ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് നോക്കാം. ആദ്യം ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ വേവ് ലെങ്ത് 600 നാനോമീറ്റർ ആണ്. അതിനെ 0.2 millimeter വിഡ്ത്ത് വരുന്ന ഒരു സ്ലിറ്റ് ഉപയോഗിച്ച്, സിംഗിൾ സ്ലിറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യിപ്പിച്ചു? ഡിഫ്രാക്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതിലെ ആംഗുലർ ഡൈവേർജൻസ് ഓഫ് ദി ഫസ്റ്റ് മാക്സിമയാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗുലർ ഡൈവേർജൻസ് ആണ് നമുക്ക് കാണേണ്ടത്. സോ തീറ്റയുടെ വാല്യൂ ആണ് കാണേണ്ടത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എ ആണെന്നുണ്ടെങ്കിൽ ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ വാല്യൂ എങ്ങനെയാണ്? മിനിമം ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ. അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ ബൈ ബി എന്ന് എടുക്കാം നമ്മൾ. അപ്പോൾ തീറ്റ വളരെ സ്മോൾ ആണെന്ന് അസ്യൂം ചെയ്യുക. ഇങ്ങനത്തെ കേസസിലൊക്കെ നമ്മൾ തീറ്റ വളരെ സ്മോൾ ആയിട്ടാണ് കേട്ടോ അസ്യൂം ചെയ്യുക. അപ്പോൾ സൈൻ തീറ്റനെ നമുക്ക് തീറ്റ ആയിട്ട് എടുക്കാം. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? എൻ ലാംഡ ബൈ ബി എന്ന് വരും. എന്നിൻ്റെ വാല്യൂ 1 ആണ്, കാരണം ഫസ്റ്റ് ഓർഡർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ലാംഡയുടെ വാല്യൂ 600 നാനോമീറ്റർ ആണ്. സോ 600 × 10⁻⁹. ബി ഈസ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? 0.2 millimeter. സോ 0.2 × 10⁻�3. വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ ബൈ ബി എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 1 × 600 × 10⁻⁹ divided by 0.2 × 10⁻�3. 10⁻⁹ divided by 10⁻�3 10⁻⁻6 വരും. അടിയിൽ വീണ്ടും 2 × 10⁻⁻1 ഉണ്ട്. സോ 10⁻⁻6 divided by 10⁻⁻1 × 10⁻⁵ വരും. 600 divided by 2 എത്രയാണ് വരുന്നത്? 300 ആണ്. സോ 3 × 10⁻² × 10⁻⁻5. സോ 3 × 10⁻³ എന്ന് വരും. സോ 3 × 10⁻³ റാഡ്സ് ആണ് എന്ത്? നമ്മുടെ ആംഗുലർ സെപ്പറേഷൻ്റെ വാല്യൂ. സോ തീറ്റയുടെ വാല്യൂ 3 × 10⁻³ റാഡ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 13th ക്വസ്റ്റ്യൻ. A single slit is used to observe diffraction pattern with red light. On replacing the red light with the violet light, the diffraction pattern would. നമുക്ക് തന്നിട്ടുള്ളത് ഒരു സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ്. അത് റെഡ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ റെഡ് ലൈറ്റിനെ, സോഴ്സിനെ നമ്മൾ റെഡ് ലൈറ്റിൽ നിന്നും വയലറ്റ് ലൈറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഡിഫ്രാക്ഷൻ പാറ്റേണിൽ എന്ത് ഡിഫറൻസ് ആണ് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തിലും ചെയ്യാറുണ്ട്? ഇൻറ്റർഫറൻസിലും ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഡിഫ്രാക്ഷനിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ ഇക്വേഷൻ എന്താ? ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ എന്നാണ്. ഇതിൽ വയലറ്റ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് റെഡ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാൾ എന്താണ്? കുറവാണ്. അങ്ങനെ വരുമ്പോൾ റെഡ് ലൈറ്റിനെ നമ്മൾ വയലറ്റ് ലൈറ്റ് വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ കുറച്ചും കൂടി നാരോവർ ആവും. അതായത് ആ ഒരു ബിയുടെ വാല്യൂ എന്താവും? കുറച്ചും കൂടി ചെറുതാവും. ചെറുതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ കുറച്ചും കൂടി നാരോവർ ആവും. സോ ആസ് ദ വേവ് ലെങ്ത് ഇൻക്രീസസ്, ദ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് വിഡ്ത്ത് ഇൻക്രീസസ്, ആൻഡ് ദ വേവ് ലെങ്ത് ഡിക്രീസസ്, ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ ബിക്കംസ് നാരോവർ. ഓക്കെ, 14th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ദ മിനിമം നമ്പർ of lines in a grating which will just resolve the spectral lines of wavelengths 5880 angstrom and 5886 angstrom in the second order is. അപ്പോൾ ഇതൊരു റിസോൾവിങ് പവറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2 വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് റിസോൾവ് ആവാൻ ആവശ്യമുള്ള നമ്പർ ഓഫ് ലൈൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിസോൾവിങ് പവർ എന്ന് പറയുന്നത് ലാംഡ ബൈ ഡെൽറ്റ ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ്? സ്മോൾ എൻ ഇൻറ്റു ക്യാപിറ്റൽ എൻ ആണ്. എന്നിൻ്റെ വാല്യൂ 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ എന്ത് വരും? ലാംഡ ഡിവൈഡഡ് ബൈ 2 ഡെൽറ്റ ലാംഡ. ഇതിൽ ഡെൽറ്റ ലാംഡ വരുന്നത് എത്രയാണ്? 5886 മൈനസ് 5880 ഈസ് ഈക്വൽ ടു 6 വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇത് കാണാൻ, ജസ്റ്റ് റിസോൾവ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലാംഡയുടെ വാല്യൂ ഏറ്റവും ചെറിയ വേവ് ലെങ്ത് എടുക്കുക. സോ 5880 ഡിവൈഡഡ് ബൈ 2 × 6, അതാണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. സോ 2ഉം 5880 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമ്പോൾ 2 1s are 2, ബാലൻസ് 1. 2 2s are 4, balance 1, 2 9s are 18, 2 4s are 8, 200. അപ്പോൾ എത്ര വന്നു? 2940 എന്ന് വന്നു. 2940 ഡിവൈഡഡ് ബൈ 6, 2940 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക്
491 എന്നാണ് വരുന്നത്. സോ എന്നിൻ്റെ വാല്യൂ ജസ്റ്റ് റിസോൾവ് ആവാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 491 ആണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സിംപ്ലറായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഭയങ്കര കൺഫ്യൂഷൻ വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വാല്യൂം തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ടേംസൊക്കെ കട്ട് ചെയ്ത് കളയാം, എന്നിട്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കുക കേട്ടോ. ഓക്കെ, 15th question. In the far field diffraction pattern of a single slit under polychromatic illumination, the first minima with the wavelength lambda 1 is found to be coincident with the third minima at lambda 2. Then the relationship between these two wavelengths is. അപ്പം നമ്മൾ ഒരു ഫാർ ഫീൽഡ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ്. സിംഗിൾ സ്ലിറ്റ് തന്നെയാണ്, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് മോണോക്രോമാറ്റിക് ലൈറ്റ് അല്ല, മറിച്ച് പോളിക്രോമാറ്റിക് ആണ്. പലതരം വേവ് ലെങ്ത്സ് ഉള്ള ഒരു ലൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മിനിമയുടെ ലാംഡ 1 എന്ന് പറയുന്ന വേവ് ലെങ്ത്തിൻ്റെ ഫസ്റ്റ് മിനിമയും ലാംഡ 2 എന്ന് പറയുന്നതിൻ്റെ തേർഡ് മിനിമയും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വേവ് ലെങ്ത്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. മിനിമാസ് തമ്മിലാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പം മിനിമയുടെ വാല്യൂ എന്താ? എൻ ലാംഡ എന്നാണല്ലോ. ബി സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ എന്നാണല്ലോ. ഈ എൻ ലാംഡയും മറ്റേ എൻ ലാംഡയും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സോ n1 ലാംഡ 1 ഇസ് ഈക്വൽ ടു n2 ലാംഡ 2. n1ൻ്റെ വാല്യൂ 1 ആണ്, n2ൻ്റെ വാല്യൂ 3 ആണ്. സോ ലാംഡ 1 ഇസ് ഈക്വൽ ടു 3 ലാംഡ 2. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. 15th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ലാംഡ 1 ഇസ് ഈക്വൽ ടു 3 ലാംഡ 2. ഈ ഒരു കാര്യം ഓർത്തു വെച്ചോളൂ. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഇക്വേഷനാണ്. പലതരം ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കോമൺ ഇക്വേഷനാണിത്. മൂവിങ് ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Fraunhofer diffraction pattern of multiple identical parallel slits is observed. If the number of slits is decreased, keeping the total aperture width and slit size constant, how are the fringes affected? അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒന്നിലധികം ഓപ്ഷൻസ് എന്ത് ചെയ്യണം, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതൊരു ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് മൾട്ടിപ്പിൾ ഐഡൻറ്റിക്കൽ പാരലൽ സ്ലിറ്റ്സ് ആണ്. മൾട്ടിപ്പിൾ സ്ലിറ്റ്സ് ഉണ്ട്, അവരെല്ലാം ഐഡൻറ്റിക്കലാണ്, പാരലലുമാണ്. അതിൽ നിന്ന് പ്രൊഡ്യൂസ്ഡ് ആവുന്ന ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ സ്ലിറ്റ്സിൻ്റെ നമ്പർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പേർച്ചർ വിഡ്ത്തും സ്ലിറ്റ് സൈസും ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു നമ്പർ മാത്രം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഞ്ചസിൽ വരുന്ന എഫക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. ഇത് ഒരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ എല്ലാ വാല്യൂസും നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ഓരോ സ്ലിറ്റിൻ്റെയും വിഡ്ത്ത് എ ആണെന്നും അത് തമ്മിലുള്ള ഒപ്പാക് സ്പേസിങ് ബി ആണെന്നും കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ nth ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമയുടെ വാല്യൂ എങ്ങനെയാണ്? ബി പ്ലസ് ഇ സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡ എന്നാണ്. ഇതിൽ നമ്പർ ഓഫ് സ്ലിറ്റ്സ് നമ്മൾ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടേംസും കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് നമ്പർ ഓഫ് സ്ലിറ്റ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഞ്ചസ് എന്ത് സംഭവിക്കും? അവരുടെ ബ്രൈറ്റ്നെസ് കുറയും, അതേപോലെ തന്നെ കുറച്ചും കൂടി ബ്രോഡറായിട്ട് മാറും. അതാണ് സംഭവിക്കുക. ബ്രോഡനിങ് ഓഫ് ദി സ്ലിറ്റ്സ് ആൻഡ് ഫ്രിഞ്ചസ് ആൻഡ് ലെസ് ബ്രൈറ്റനിങ് ഓഫ് ദി ഫ്രിഞ്ചസ്, അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ നമ്മുടെ 16th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആൻഡ് ഡി ആണ്. ഫ്രിഞ്ചസ് ബിക്കംസ് ബി ആൻഡ് സി ആണ്. ഫ്രിഞ്ചസ് ബിക്കംസ് ലെസ് ബ്രൈറ്റ് ആൻഡ് ഫ്രിഞ്ചസ് ബിക്കംസ് ബ്രോഡർ. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളില്ലേ, ഇങ്ങനെ വരുമ്പോൾ എന്ത് ചേഞ്ചാണ് വരിക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അത് മാത്രമായിട്ട് ഏതെങ്കിലും ഒരു സൈഡ് പേജിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇങ്ങനെ ഫ്രിഞ്ച് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക, അത് ഓരോന്നിലും വേണം കേട്ടോ. ഫ്രോൺഹോഫറിലും അതുപോലെ തന്നെ ഫ്രെസ്നലിലും ഇൻ്റർഫറൻസിലും എല്ലാത്തിലും നിങ്ങളിത് എഴുതി വെക്കണം കേട്ടോ. ഓരോന്നിനും ഓരോ കൈൻഡ് ഉണ്ട്. അപ്പോൾ അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം വരില്ല. ഡയറക്റ്റായിട്ട് അത് അങ്ങോട്ട് എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഡിഫ്രാക്റ്റഡ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതിനെയൊക്കെയാണ് നമുക്ക് ഡിഫ്രാക്റ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള റേഡിയോ വേവ്സിലാണെങ്കിലും സൗണ്ട് വേവ്സിലാണെങ്കിലും മൈക്രോ വേവ്സിലാണെങ്കിലും എക്സ്റേസിലാണെങ്കിലും എല്ലാത്തിലും തന്നെ നമുക്ക് ഡിഫ്രാക്ഷൻ പോസിബിൾ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Yellow light of intensity I0 is used in a single slit diffraction experiment with slit width of 0.6 mm. If yellow light is replaced by red light of same intensity I0, then the observed pattern will reveal. അപ്പം നമുക്ക് ഒരു യെല്ലോ ലൈറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി I0 തന്നിട്ടുണ്ട്. നമ്മളതൊരു സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിലാണ് ഉപയോഗിക്കുന്നത്. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് 0.6 mm ആണ്. ഈ യെല്ലോ ലൈറ്റിനെ നമ്മൾ റെഡ് ലൈറ്റ് ഓഫ് സെയിം ഇൻറ്റൻസിറ്റി ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പാറ്റേണിൽ എന്ത് ഡിഫറൻസ് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ, നോക്കാതെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. റെഡ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് യെല്ലോ ലൈറ്റിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മിനിമ എവിടെ അപ്പിയർ ചെയ്യുക? കുറച്ചും കൂടി ഹയർ ആംഗിളിലാണ് അപ്പിയർ ചെയ്യുക. ഹയർ ആംഗിളിൽ അപ്പിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സെൻട്രൽ മാക്സിമയുടെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ഇൻറ്റൻസിറ്റി എന്ത് സംഭവിക്കും? സെയിം ആയിട്ട് നിൽക്കും. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന റെഡ് ലൈറ്റിൻ്റെയും യെല്ലോ ലൈറ്റിൻ്റെയും ഇൻറ്റൻസിറ്റീസ് സെയിം ആണ്. സോ നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ, ദ സെൻട്രൽ മാക്സിമം ഇസ് ബ്രോഡർ, അത് ശരിയാണ്. ഇൻറ്റൻസിറ്റി ഓഫ് സെൻട്രൽ മാക്സിമം റിമെയിൻസ് സെയിം, അതും ശരിയാണ്. ഓപ്ഷൻ ഡി, ഫസ്റ്റ് മിനിമ അപ്പിയേഴ്സ് അറ്റ് ഹയർ ആംഗിൾ, അതും ശരിയാണ്. സോ ഓപ്ഷൻ എ, സി ആൻഡ് ഡി ആർ അവർ കറക്റ്റ് ആൻസേഴ്സ്. നമ്മൾ ഈ വേവ് ലെങ്ത് വെച്ച് എങ്ങനെയാണ് വിഡ്ത്തിൽ സ്ലിറ്റ്സിൽ വരുന്ന ഡിഫറൻസ് എന്ന് ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടുള്ള അതേ കോൺസെപ്റ്റാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതും കൂടിയേ ഉള്ളൂ. ഈ ഒരു 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ നമുക്ക് ഡിഫ്രാക്ഷനിൽ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പോളറൈസേഷനിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങും. പോളറൈസേഷനിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമാണ്. ഇൻഡിഫറൻസിൻ്റെയും ഡിഫ്രാക്ഷൻ്റെയും ക്വസ്റ്റ്യൻസിനേക്കാൾ എനിക്ക് എപ്പോഴും പോളറൈസേഷൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനാണ് ഇഷ്ടം. അത് കുറച്ചും കൂടി രസമാണ് ചെയ്യാനായിട്ട്. മറ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ പല തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കും. എനിക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. A slit of width D is placed in front of a lens of focal length 0.5 meter and is illuminated normally with light of wavelength 5.89 into 10 raised to minus 7 meter. The first diffraction minima on either side of the central diffraction maximum are separated by 2 into 10 raised to minus 3 meter. The width D of the slit is dash into 10 raised to minus 4 meter. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഡി വിഡ്ത്തുള്ള ഒരു സ്ലിറ്റ് നമ്മൾ 0.5 മീറ്റർ ഫോക്കൽ ലെങ്ത് വരുന്ന ഒരു ലെൻസിൻ്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഒരു 5.89 ഇൻറ്റു 10 raised to minus 7 മീറ്റർ വരുന്ന ലൈറ്റ് ഉപയോഗിച്ച് നോർമലി ഇല്യൂമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ലൈറ്റ് ബീം വന്ന് വീഴുന്നത് നോർമൽ ആംഗിളിലാണ്, 90 ഡിഗ്രിയിലാണ്. ഈ ഒരു സെൻട്രൽ ഡിഫ്രാക്ഷൻ മാക്സിമത്തിൻ്റെ ഈതർ സൈഡിലും വരുന്ന ഫസ്റ്റ് ഡിഫ്രാക്ഷൻ മിനിമാസ് ഇല്ലേ, അവർ പരസ്പരമുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അഥവാ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 10 raised to minus 3 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻറ്റു 10 raised to minus 4 മീറ്റർ യൂണിറ്റ്സിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമ ഡ്യൂറിങ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2 lambda capital D by small b ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. ഡിഫ്രാക്ഷൻ്റെ സെൻട്രൽ മാക്സിമയുടെ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡാണിത്. അപ്പോൾ ഇതിൽ നിന്ന് അതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? 2 ഇൻറ്റു 10 raised to minus 3 എന്ന് തന്നിട്ടുണ്ട്. സോ 2 ഇൻറ്റു 10 raised to minus 3 is equal to 2 ഇൻറ്റു ലാംഡയുടെ വാല്യൂ 5.89 ഇൻറ്റു 10 raised to minus 7. ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കൽ ലെങ്ത് ആണ്. അത് നമുക്ക് 0.5 എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ബി. അപ്പോൾ ബിയുടെ വാല്യൂ എന്ത് വരും? 10 raised to minus 3 10 raised to minus 7 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10 raised to minus 4 ആണ്. 2 ഇൻറ്റു 0.5 എന്ന് പറയുന്നത് 1 ആണ്. സോ 5.89 ഇൻറ്റു 10 raised to minus 4 ഡിവൈഡഡ് ബൈ 2. 5.89 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ 2 2s are 4, ബാലൻസ് 1, 2 9s are 18,
2 4s are 8, balance 1, 2 5s are 10. So 2.945 into 10⁻⁻4 meter എന്നാണ് നമുക്ക് ബിയുടെ വാല്യൂ കിട്ടുന്നത്. നമ്മളോട് ചോദ്യത്തിൽ ഓൾറെഡി ഇപ്പോൾ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പവേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല, ജസ്റ്റ് ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് 10⁻⁻4 മീറ്ററിൻ്റെ യൂണിറ്റ്സിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ 2.945 ആണ്. അപ്പോൾ ആ ഒരു നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The wavelengths of sodium D lines are 589.59 meter U micrometer and 588.99 micrometer. The minimum number of lines that a grating must have in order to resolve these lines in the first order spectrum is. നമുക്ക് രണ്ട് വേവ് ലെങ്ത്സ് തന്നിട്ടുണ്ട്, 589.59ഉം 588.99ഉം. ഇതിൻ്റെ റിസോൾവിങ്ങിന് വേണ്ടി, ജസ്റ്റ് റിസോൾവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രത്തിൻ്റെ ലൈൻസാണ് കേട്ടോ റിസോൾവ് ചെയ്യേണ്ടത്. ആ ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രത്തിൻ ഓഫ് ലൈൻസിനെ റിസോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രേറ്റിങ്ങിൻ്റെ മിനിമം നമ്പർ ഓഫ് ലൈൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്. പക്ഷേ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത്. നമുക്കറിയാം ലാംഡ ബൈ ഡെൽറ്റ ലാംഡ ഇസ് ഈക്വൽ ടു സ്മോൾ എൻ ഇൻറ്റു ക്യാപിറ്റൽ എൻ ആണ് എന്ത് ഗ്രേറ്റിങ്ങിൻ്റെ റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. ഇവിടെ എന്നിൻ്റെ വാല്യൂ 1 ആണ്. ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മിനിമം വാല്യൂ എടുക്കുന്നത് കൊണ്ട് നമ്മൾ 589.59 എടുക്കുന്നു. ഡെൽറ്റ ലാംഡ ഈ രണ്ട് ലാംഡ 1 ആൻഡ് ലാംഡ 2, അതായത് 589.59ഉം 599.59ഉം തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.597 ഇൻറ്റു 10⁻⁻6 എന്നാണ്. So 589.59 into 10⁻⁻6 divided by 0.597 into 10⁻⁻6 ആണ് നമ്മുടെ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ. സോ 10⁻⁻6ഉം 10⁻⁻6ഉം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. 589.59 ഡിവൈഡഡ് ബൈ 0.597നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 988 ആണ്. സോ മിനിമം നമ്പർ ഓഫ് ലൈൻസ് റിക്വയർഡ് ഫോർ ജസ്റ്റ് ദ റെസൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഇസ് 988. Moving on, next question. In a diffraction grating experiment, the grating has 10⁻⁻5 rulings. Then in the lambda is equal to 5000 Armstrong region of the spectrum, and in the second order, the grating can resolve two lines with a wavelength difference of dash Armstrong. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. ഈ ഗ്രേറ്റിങ്ങിന് 10⁻⁻5 റൂളിങ്സ് ഉണ്ട്. ലാംഡ ഇസ് ഈക്വൽ ടു 5000 ആംസ്ട്രോങ് റീജിയൻ വരുന്ന സമയത്ത് സെക്കൻഡ് ഓർഡർ ആണ്. ഈ ഗ്രേറ്റിങ്ങിന് രണ്ട് ലൈൻസിന് തമ്മിൽ റിസോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് ലൈൻസ് തമ്മിലുള്ള വേവ് ലെങ്ത് ഡിഫറൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ അതേ ഇക്വേഷൻ തന്നെ, അതിൻ്റെ ആപ്ലിക്കേഷൻ കുറച്ച് വേറെ രീതിയിലാണെന്ന് മാത്രം, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ലാംഡ ബൈ ഡി ലാംഡ ഇസ് ഈക്വൽ ടു സ്മോൾ എൻ ഇൻറ്റു ക്യാപിറ്റൽ എൻ ആണ് നമ്മുടെ ഇക്വേഷൻ. എന്നിൻ്റെ വാല്യൂ ഇവിടെ സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് 2 ആണ്. ലാംഡയുടെ വാല്യൂ 5000 ഇൻറ്റു 10⁻⁻10 മീറ്റർ ആണ്. ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 10⁻⁻5 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 1/d ലാംഡ ഇസ് ഈക്വൽ ടു എന്ത് വരും, n ക്യാപിറ്റൽ n ഡിവൈഡഡ് ബൈ ലാംഡ, അഥവാ d ലാംഡ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ സ്മോൾ n ഇൻറ്റു ക്യാപിറ്റൽ n. 5000 ഇൻറ്റു 10⁻10 ആംസ്ട്രോങ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁻5. 10⁻10ഉം 10⁻5ഉം കൂടി ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ 10⁻5 മുകളിൽ വരും. 5000 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്, 2500 വരും. സോ 0.025 ഇൻറ്റു 10⁻10 എന്നാണ് വരിക, അഥവാ 0.025 ആംസ്ട്രോങ്. അതാണ് നമ്മുടെ ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള വേവ് ലെങ്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, second last question. The angular dispersion of two spectral lines from a plane diffraction grating in first order spectrum is 3 degree. The dispersion in the second order spectrum for the same spectral lines will be approximately dash degrees. നമ്മളോട് ആംഗുലർ സെപ്പറേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. രണ്ട് സ്പെക്ട്രൽ ലൈൻസ് നമ്മളൊരു പ്ലെയിൻ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിൽ ഫസ്റ്റ് ഓർഡർ സ്പെക്ട്രത്തിൽ എടുക്കുമ്പോൾ അവർ തമ്മിലുള്ള ആംഗുലർ സെപ്പറേഷൻ എന്ന് പറയുന്നത്, അഥവാ ആംഗുലർ ഡിസ്പേഷൻ എന്ന് പറയുന്നത് 3 ഡിഗ്രിയാണ്. ഇനി ഇതേ രണ്ട് ലൈൻസിൻ്റെ തന്നെ സെക്കൻഡ് ഓർഡർ സ്പെക്ട്രത്തിലെ ഡിസ്പേർഷൻ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ, എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഡിസ്പേഴ്സീവ് പവർ ഓഫ് ഗ്രേറ്റിംഗ് ഉപയോഗിച്ച് ചെയ്യേണ്ട ഇക്വേഷനാണ്.
അപ്പോൾ നമ്മുടെ nth ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമം ഓഫ് എ വേവ് ലെങ്ത് ലാംഡ എന്താണ്? ബി പ്ലസ് സി സൈൻ തീറ്റ ഈക്വൽ ടു എൻ ലാംഡയാണ്. ഇവരെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? ഡിസ്പേഴ്സീവ് പവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡി തീറ്റ ബൈ ഡി ലാംഡ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സ്മോൾ എൻ ആണ്. ഇതിൽ എ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഡി തീറ്റ ബൈ ഡി ലാംഡ പ്രൊപ്പോർഷണൽ ടു സ്മോൾ എൻ എന്ന് എടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ 2 വേവ് ലെങ്ത് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഡി തീറ്റ ബൈ ഡി ലാംഡ 1 ഇസ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? 3 ഡിഗ്രി തന്നിട്ടുണ്ട്. അതിൽ എന്നിൻ്റെ വാല്യൂ 1 ആണ്. ഡി തീറ്റ ബൈ ഡി ലാംഡ 2 എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്നാണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഡി തീറ്റ ബൈ ഡി ലാംഡ ഇസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി ലാംഡ 1 ഇൻറ്റു n2 ബൈ n1. കാരണം ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു n2 ബൈ n1. എന്നാണല്ലോ പ്രൊപ്പോർഷണാലിറ്റി വാല്യൂ എന്ന് വരുന്നത്. അതുകൊണ്ട് ഡി തീറ്റ ബൈ ഡി ലാംഡ ഇൻറ്റു n2 ബൈ n1 ഇൻറ്റു എന്ത് വരും? അപ്പോൾ n2 ബൈ n1 ഡി തീറ്റ ബൈ ഡി ലാംഡയുടെ വാല്യൂ നമുക്ക് 3 ഡിഗ്രി ആണെന്നറിയാം. 3 ഇൻറ്റു 2 ബൈ 1 എന്നാണ് വരുന്നത്. 3 ഇൻറ്റു 2 ബൈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഡിഗ്രീസ് ആണ് നമുക്ക് വരുന്ന ആംഗുലാർ ഡിസ്പേർഷൻ ഇൻ സെക്കൻഡ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇതൊന്നുമില്ല, പ്രൊപ്പോർഷണാലിറ്റി വരുന്ന ടേംസ് ഏതാണെന്ന് നോക്കി എന്നിട്ട് ആ ടേംസ് വെച്ചിട്ട് നമ്മൾ റേഷ്യോസ് എഴുതില്ലേ, അതുപോലെ എഴുതി സോൾവ് ചെയ്തു. സോ നമ്മൾ നേരെ എന്തിലേക്ക് കിടക്കുകയാണ്? ഡിഫ്രാക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കുകയാണ്. In a single slit Fraunhofer diffraction setup used with light of wavelength 4000 Armstrong and the distance between the central maximum and first minimum is found to be 0.3 centimeter. In the same setup, if the wavelength of light used is changed to 6000 Armstrong, the corresponding value of D will be in centimeters. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു സിംഗിൾ സ്ലിറ്റ് ഫ്രോൺഹോഫർ ഡിഫ്രാക്ഷൻ സെറ്റപ്പാണ്. ഇതിൽ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് 4000 ആംസ്ട്രോങ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ മാക്സിമം ഫസ്റ്റ് മിനിമം തമ്മിലുള്ള ഡിഫറൻസ് 0.3 സെൻറ്റിമീറ്റർ ആണ്. സെയിം സെറ്റപ്പിൽ വേവ് ലെങ്ത്തിനെ നമ്മൾ 6000 ആംസ്ട്രോങ്ങിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഡി എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇതാണ് ഫ്രോൺഹോഫർ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ബി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ ലാംഡ എന്നാണ് എന്തിൻ്റെ ഇക്വേഷൻ? മിനിമയുടെ ഇക്വേഷൻ, അഥവാ ഡിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 1 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 2 ഇസ് ഈക്വൽ ടു എന്ത് വരും? 4000 ഡിവൈഡഡ് ബൈ 6000, അഥവാ ഡിസ്റ്റൻസ് 2 ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 1 ഇൻറ്റു 6000 ഡിവൈഡഡ് ബൈ 4000 എന്ന് ചെയ്യാം. 6000 ഡിവൈഡഡ് ബൈ 4000 ചെയ്യുമ്പോൾ നമുക്ക് 3/2 എന്ന് വരും. 3/2 ഇൻറ്റു 0.3, 3/2 ഇൻറ്റു 0.3 എന്ത് വരും? 3 ഇൻറ്റു 0.3 0.9, 0.9/2 എന്ന് പറയുന്നത് 0.45 സെൻറ്റിമീറ്റേഴ്സ് ആണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.45 സെൻറ്റിമീറ്റേഴ്സ് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു കണ്ടീഷനിലെ വാല്യൂ തന്നിട്ട് സെക്കൻഡ് കണ്ടീഷനിൽ ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് റേഷ്യോ റിലേഷൻസ് ആണ്, പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻസ് ആണ്. പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻസ് ഉപയോഗിച്ച് പല വാല്യൂസും തന്നിട്ടില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ആ പ്രൊപ്പോർഷണാലിറ്റി വെച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി നമ്മുടെ ഡിഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ എന്ത് എടുക്കാൻ പോവാം? പോളറൈസേഷൻ എടുക്കാൻ പോവാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഞാൻ ടൈം ടേബിൾ അന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു തെറ്റുണ്ടായിരുന്നു. ഒക്ടോബറിൽ തന്നെയാണ് ക്ലാസ് കഴിയുക. നിങ്ങൾക്കല്ല, സെക്കൻഡ് ബാച്ചുകാർക്കല്ല കേട്ടോ, ഞാൻ ഫസ്റ്റ് ബാച്ചുകാരുടെ കാര്യം പറയണേ. ഫസ്റ്റ് ബാച്ചുകാർക്ക് ഒക്ടോബറിലാണ് ക്ലാസ് കഴിയുക. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മെയ് 27 അല്ലേ ഇന്ന്, ഈ വീക്കിൽ നെക്സ്റ്റ് വീക്കിലാണ് നമുക്ക് നമ്മുടെ ജൂൺ മാസം തുടങ്ങുന്നത്. അപ്പോൾ ഈ വീക്കിൽ നമുക്കിനി ഇന്നത്തെ ക്ലാസ് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 2 ക്ലാസ്സാണ്. അപ്പോൾ ആ 2 ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ പകുതി പോളറൈസേഷൻ്റെ പ്രോബ്ലംസും നാളത്തെ ക്ലാസ്സിൻ്റെ പകുതിയിൽ പോളറൈസേഷൻ്റെ പ്രോബ്ലംസുമായിട്ട് പോളറൈസേഷൻ കംപ്ലീറ്റ് ആവും. പിന്നെയും നമുക്ക് ഈ വീക്കിൽ ഒരു 1.5 ക്ലാസ് ബാക്കിയുണ്ട്. ആ 1.5 ക്ലാസ് ബാക്കിയുള്ളതിൽ നമ്മൾ മാത്തമെറ്റിക്കൽ ഫിസിക്സ് എടുത്താലോ എന്ന് വിചാരിക്കുകയാണ്. അതായത് മാത്തമെറ്റിക്കൽ ഫിസിക്സിൽ കുറച്ച് സെക്ഷൻ നമ്മുടെ ഒക്ടോബറിൽ കഴിയേണ്ട ബാച്ചിന് ബാക്കിയുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കോംപ്ലെക്സ് നമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് ബാക്കി വരുന്നത്. അപ്പോൾ ആ കോംപ്ലെക്സ് നമ്പേഴ്സിൻ്റെ സെക്ഷൻ മാത്രം നമ്മുടെ ഇപ്പോൾ സെക്കൻഡ് ബാച്ചുകാർക്ക് മാത്തമെറ്റിക്കൽ ഫിസിക്സ് എടുത്തിട്ടേ ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് കോംപ്ലെക്സ് നമ്പേഴ്സും ബാക്കിയുള്ള സെക്കൻഡ് ബാച്ചുകാർക്ക് ഫസ്റ്റ് ബാച്ചുകാരുടെ കോംപ്ലെക്സ് നമ്പേഴ്സും കൂടി ഒരുമിച്ച് ഒരു ക്ലാസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 1.5 ക്ലാസ്സും പിന്നെ ഒരു 1-2 ക്ലാസ് വേണ്ടി വരുള്ളൂ.
അപ്പോൾ ജൂൺ ഫസ്റ്റ് വീക്കിൽ നമുക്ക് 4 ക്ലാസ് അല്ലേ ഉണ്ടാവുക. ആ 4 ക്ലാസ്സിൽ 2 ക്ലാസ്സും കൂടി എടുത്ത് ഒരു 3.5 ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് കംപ്ലീറ്റ് ആവും. ആരുടെ? ഫസ്റ്റ് ബാച്ചുകാരുടെ. നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ എന്തും കൂടി കഴിയും, കോംപ്ലക്സ് നമ്പേഴ്സും കൂടി കഴിയും. പിന്നെ വരുന്നത് സെക്കൻഡ് ബാച്ചുകാർക്കാണെങ്കിലും ഫസ്റ്റ് ബാച്ചുകാർക്കാണെങ്കിലും ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സും എടുത്തിട്ടില്ല. അതിപ്പോൾ നമ്മൾ ഈ ഒരു മറ്റേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൻ്റെ അനുസരിച്ച് പോവുകയാണെങ്കിലും നമ്മുടെ ഫസ്റ്റ് ബാച്ചുകാർക്ക് എടുക്കേണ്ടതും സെക്കൻഡ് ബാച്ചുകാർക്ക് എടുക്കേണ്ടതും നമ്മുടെ ഈ ഒരു ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം തന്നെയാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആണ് നമ്മൾ പിന്നെ ജൂണിൽ എടുക്കാൻ പോകുന്നത്. ജൂൺ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമല്ല അതിലത്തെ പ്രോബ്ലംസും ചെയ്യണം. അപ്പോൾ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം കംപ്ലീറ്റ് ചെയ്യുന്നത് ജൂണിലാണ്. ആഫ്റ്റർ ദാറ്റ് ജൂലൈ മന്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അതിൽ ഈ ലാറ്റസ് പോയിൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സും അതിൽ തന്നെയാണ് നമ്മുടെ എന്ത് വരുന്നത്, ഇലക്ട്രോണിക്സിൻ്റെ ഭാഗങ്ങൾ വരുന്നത്. ആ കാര്യങ്ങൾ ലോജിക് ഗേറ്റ്സ് അതൊക്കെ പഠിക്കാനുള്ളത് അതിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ജൂലൈ മാസം അവസാനം ആകുമ്പോഴേക്കും എങ്ങനെയാണ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബാച്ചുകാരുടെ കംപ്ലീറ്റ് സിലബസ് കംപ്ലീറ്റ് ആവും. അവർക്ക് പിന്നെ ഓഗസ്റ്റിലും സെപ്റ്റംബറും ഒക്ടോബറും ആണുള്ളത്. ഓഗസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത്, അതായത് നമ്മുടെ ജാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ, കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എന്താ പറയുക, എളുപ്പ വഴികൾ, സ്ട്രാറ്റജീസ്, പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ചില സ്ട്രാറ്റജീസ് ഉണ്ട്, അത് അങ്ങനത്തെ ടിപ്സും കാര്യങ്ങളുമാണ് ഓഗസ്റ്റിൽ എടുക്കുക. സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ കൂടി, മേ ബി CUCET ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വിസാറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കാം, ഏതെങ്കിലും ഒരു പരീക്ഷയുടെ 1, 2, 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. ബാക്കി നമ്മൾ പ്രോബ്ലംസ് അധികം ചെയ്യാത്ത സെക്ഷനിൽ നിന്ന് കുറച്ചും കൂടി പ്രോബ്ലംസും ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഒക്ടോബറിൽ കംപ്ലീറ്റ് ആയിട്ട് ടെസ്റ്റ് സീരീസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൻ്റെ ക്ലാസ്സുകളുടെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇനി വരാൻ പോകുന്നത്. അതേസമയം നമ്മുടെ സെക്കൻഡ് ബാച്ച് ഉണ്ടല്ലോ, ജാനുവരിയിൽ ക്ലാസ് കംപ്ലീറ്റ് ആവുന്നവർ, അവർക്ക് ഒക്ടോബറിന് നമ്മുടെ ജൂലൈ മാസത്തിന് ശേഷം, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ ഫസ്റ്റ് ബാച്ചുകാരുടെ ടൈം ടേബിൾ ഡിഫറെൻ്റ് ആണല്ലോ. സോ ഓഗസ്റ്റ് മാസം തൊട്ട് നമ്മുടെ സെക്കൻഡ് ബാച്ചുകാർക്ക് ടൈം ടേബിൾ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ടൈം ടേബിൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്താ പറയുക, ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയിക്കേണ്ടത്. നിങ്ങൾക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരിയിലല്ലേ നിങ്ങളുടെ ക്ലാസ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ജാനുവരിയിൽ കംപ്ലീറ്റ് ആകുമ്പോൾ ജാനുവരി, ഡിസംബർ, നവംബർ, ഈ 3 മാസം, ഒക്ടോബർ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. മനസ്സിലായോ? ആ 3 മാസം കൊണ്ട് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വരുന്ന ആ ഒരു 3 മാസം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ, സ്ട്രാറ്റജി ഡിസ്കഷൻ, എക്സ്ട്രാ പ്രോബ്ലംസ് ആൻഡ് ടെസ്റ്റ് സീരീസ് ആയിരിക്കും. അതോടുകൂടി നിങ്ങളുടെയും ക്ലാസ് കഴിയും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകളെന്ന് പറയുന്നത്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കേട്ടതിന് ശേഷം പേഴ്സണലി മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി. പിന്നെ ഒക്ടോബറിൽ ക്ലാസ് കഴിയുന്നവർക്കാണെങ്കിലും ജാനുവരിയിൽ ക്ലാസ് കഴിയുന്നവർക്കാണെങ്കിലും നമ്മൾ മെയിനായിട്ടും അവർ ഫസ്റ്റ് ജാം എക്സാം എഴുതുന്നത് വരെ, അതായത് നിങ്ങളുടെ തേർഡ് ഇയറിലെ ജാം എക്സാം വരില്ലേ, ആ ജാം എക്സാം എഴുതുന്നത് വരെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് ആക്സസ് ഉണ്ടായിരിക്കും. അതുവരെ ആക്സസ് ഉണ്ടായിരിക്കും. സോ അതിൽ നിങ്ങൾ പേടിക്കണ്ട. ഫീ അടയ്ക്കേണ്ടത് ജസ്റ്റ് ആ ഒരു ഒക്ടോബർ മാസം വരെയും ജാനുവരി മാസം വരെയും ആണെന്ന് മാത്രം. ബാക്കി കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെയും നിങ്ങൾ ഒരു കൊല്ലം റിപ്പീറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഫീ അടയ്ക്കേണ്ടി വരും. അതല്ല, ഫസ്റ്റ് ടൈം നിങ്ങൾ ജാം എക്സാം എഴുതുന്നത് വരെ നിങ്ങൾക്ക് ക്ലാസ്സിന് ആക്സസ്സും ഉണ്ടായിരിക്കും. പിന്നെന്താ പറയുക, ഡൗട്ട്സ് ചോദിക്കാം, സംശയങ്ങൾ മുൻപ് പറഞ്ഞു തന്ന സെക്ഷൻസിൽ സംശയങ്ങളാണെങ്കിലും ചോദിക്കാം, അല്ലാത്ത സംശയങ്ങളാണെങ്കിലും ചോദിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ. പിന്നെ അതുപോലെ ഇപ്രാവശ്യത്തെ ജാമിൻ്റെ ഒരു ഇത് കേട്ടോന്ന് നിങ്ങൾ എനിക്കറിയില്ല നിങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്രാവശ്യം ജാം എക്സാം എഴുതിയിട്ടുള്ളവർക്ക് ജസ്റ്റ് പാസ്സാണെങ്കിൽ പോലും ജാമിൻ്റെ കോളേജുകളിലേക്ക് കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ
കൺസിഡർ ചെയ്തിട്ടാണ് അവരങ്ങനെ ചെയ്യണത്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് ചിലപ്പോൾ അവർ ക്രൈറ്റീരിയൻ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കും. ഇത്തവണ റിലാക്സ് ചെയ്ത് കാരണം അടുത്ത തവണ ചിലപ്പോൾ സ്ട്രിക്റ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പൊക്കോളൂ. ഒരു ഭാഗവും വിടാൻ നിൽക്കണ്ട. മാക്സിമം പഠിച്ചെടുക്കാൻ പറ്റുന്ന സെക്ഷൻസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു പോവുക. അതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഒരു സെക്ഷൻ വിട്ടിട്ട് ആ സെക്ഷനിൽ നിന്ന് അധികം വരില്ല എന്ന് വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ ആ സെക്ഷനിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് പ്രിഡിക്റ്റബിൾ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ ഹൂ ഈസ് പ്രിപ്പയറിംഗ് ദ പേപ്പർ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്മിറ്റി ഹൂ ഈസ് ഡിസൈഡിങ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഐ വോണ്ട് യു ഓൾ ഇൻ ഗുഡ് കോളേജസ് പ്ലേസ്ഡ് ഓൾ ഓവർ ഇന്ത്യ. അതാണ് എൻ്റെ ആഗ്രഹം. സോ നിങ്ങളുടെയും നിങ്ങളുടെ പേരൻസിൻ്റെയും ഒക്കെ ആഗ്രഹം അത് തന്നെയാണ്. സോ ഡു സംതിങ് റിയലി ഗുഡ് ഫോർ യുവർ സെൽഫ് ആൻഡ് യുവർ ലവ്ഡ് വൺസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പോളറൈസേഷൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം.